വെൽക്കം ബാക്ക് ടു ലേണിനോ. ഇന്ന് നമ്മൾ ഇലക്ട്രോണിക് PYQ സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആണ്. ഇത് PWD ഡിപ്പാർട്ട്മെന്റിലെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. So first question, a semiconductor has dash valence electrons. Options 2, 3, 4, 5 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ളതാണ് നമ്മൾ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? അതിൽ ഫ്രീ ഇലക്ട്രോൺസ് കുറവായിരിക്കും അല്ലെ. അപ്പോൾ നമുക്ക് ഇതിൽ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടക്ടേഴ്സിലും സെമി കണ്ടക്ടേഴ്സിലും ഇൻസുലേറ്റേഴ്സിലും എങ്ങനെയാണ് വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നത് എന്നുള്ള ആ നമ്പർ കൂടെ ഒന്ന് നോക്കാം. ഈ വാലൻസ് ഇലക്ട്രോൺസിന്റെ നമ്പർ ആണ് ആക്ച്വലി ഇതിന്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമുക്കറിയാം. അപ്പോ ഒരു 3 എണ്ണത്തിലും കുറവ് വാലൻസ് ഇലക്ട്രോൺസ് ഉള്ളതാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സെമി കണ്ടക്ടേഴ്സിൽ 4 വാലൻസ് ഇലക്ട്രോൺസും ഇൻസുലേറ്റേഴ്സിൽ മോർ ദാൻ 4 വാലൻസ് ഇലക്ട്രോൺസും ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത്. Next question, in a dash, the energy gap between the conduction band and valence band of a substance is of the order 0.7 electron volt. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എനർജി ബാൻഡ് ഡയഗ്രാം നമ്മൾ പഠിക്കുന്നുണ്ട് കണ്ടക്ടറിന്റെയും സെമി കണ്ടക്ടറിന്റെയും ഇൻസുലേറ്ററിന്റെയും. കണ്ടക്ടറിന്റെ എനർജി ബാൻഡ്സ് എങ്ങനെയാണ്? കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഓൾമോസ്റ്റ് ഓവർലാപ്പ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്രോക്സിമേറ്റ്ലി നമുക്ക് 0 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയാം, കാരണം അവിടെ ബാൻഡ് ഗ്യാപ്പ് വരുന്നില്ല. നെക്സ്റ്റ് സെമി കണ്ടക്ടറിലും ഇൻസുലേറ്ററിലും സെമി കണ്ടക്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻസുലേറ്ററിന്റെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഒരു 3 ഇലക്ട്രോൺ വോൾട്ട് ഒക്കെ ആയിരിക്കും നമുക്ക് സെമി കണ്ടക്ടറിൽ വരുന്നത്. 3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാൾ കൂടുതൽ ബാൻഡ് ഗ്യാപ്പ് വരുന്നത് നമ്മൾ ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും. ഇൻസുലേറ്റേഴ്സിന് ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും ഇൻസുലേറ്ററിന്റെ ഒരു ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോ ഇതില് ഏതിനാണ് 0.7 ഇലക്ട്രോൺ വോൾട്ട് ആ ഒരു ഓർഡറിൽ എനർജി ഗ്യാപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഏതായിരിക്കും ആൻസർ? സെമി കണ്ടക്ടർ ആയിരിക്കും അല്ലെ. കണ്ടക്ടറിലാണെന്നുണ്ടെങ്കിൽ ബാൻഡ് ഗ്യാപ്പ് ഉണ്ടാവില്ല, ഇൻസുലേറ്ററിലാണെങ്കിൽ above 3 ഇലക്ട്രോൺ വോൾട്ട് ഒക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഏത് കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുക്കാം? ഓപ്ഷൻ ബി, സെമി കണ്ടക്ടർ ഈസ് ദ കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Next question, in a Zener regulator, change in load current produces change in dash. So, change in load current എന്തിന്റെ ചേഞ്ചിന് കാരണമാകും? Zener current, Zener voltage A and B, none of the above. See, Zener voltage change ചെയ്യോ? Zener voltage change ചെയ്യില്ല, കാരണം ലോഡ് കറന്റ് മാറി Zener voltage ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ റെഗുലേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യില്ല അല്ലെ. Zener ഡയോഡിന്റെ ഏറ്റവും വലിയൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റെഗുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സെനറില് ലോഡ് കറന്റ് കൂടിയാൽ അല്ലെങ്കിൽ അതിലൊരു ചേഞ്ച് വന്നാലും സെനർ ഡയോഡ് വോൾട്ടേജില് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ചും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ നമുക്ക് ഇവിടെ ഓപ്ഷൻ വരുന്നത് സെനർ കറന്റ് ആണ്. അപ്പൊ അവിടെ സെനർ കറന്റ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ നമുക്ക് ഓപ്ഷൻ എ എന്ന് കൊടുക്കാം. നെക്സ്റ്റ് വൺ, മാക്സിമം എഫിഷ്യൻസി ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ മാക്സിമം എഫിഷ്യൻസി അത് നമ്മൾ ആ വാല്യൂ ഓർത്ത് വെക്കണം. 40.6% ആണ്. ഇത് നമ്മൾ പഠിച്ചിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ഹാഫ് വേവ് റെക്ടിഫയർ അല്ലേ, അപ്പോ ഹാഫ് വേവ്സ് അല്ലേ വരുന്നുണ്ടാവും, 50% എന്ന് എഴുതി വെക്കരുത്. ഈ റെക്ടിഫയേഴ്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു ടേബിൾ, അതിൽ നമ്മൾ ഹാഫ് വേവ്, അതേപോലെ തന്നെ ഫുൾ വേവ്, സെന്റർ ടാപ്പ്, ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ, എഫിഷ്യൻസി, അതേപോലെ TUF, ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്നൊക്കെ പറഞ്ഞ കുറെ വാല്യൂസും കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. റെക്ടിഫയർ എന്നുള്ള ആ ടേബിളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും എല്ലാ എക്സാംസിലും കാണാറുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, സെന്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയർ കൺസിസ്റ്റ് ഓഫ് ഡാഷ് ഡയോഡ്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഒരു സെന്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയറിൽ നമ്മൾ എത്ര ഡയോഡ്സ് ഉണ്ടാവും? D1, D2, 2 ഡയോഡ്സ് ഉണ്ടാവും. ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ കറക്റ്റ് ആൻസർ 2 diodes. Next one, what is the type of filter shown in the figure? ഇത് ഏത് ടൈപ്പ് ഫിൽറ്റർ ആണ്? ലോ പാസ് ആണോ, ഹൈ പാസ് ആണോ, ബാൻഡ് പാസ് ആണോ, ബാൻഡ് റിജക്റ്റ് ആണോ എന്നുള്ളതാണ്. അപ്പോ നമുക്കറിയാം ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എങ്ങനെയാണ് ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും. ഇപ്പൊ കപ്പാസിറ്ററിലൂടെ ഹൈ ഫ്രീക്വൻസി AC സിഗ്നൽസ് ആയിരിക്കും പോകുന്നത്. അപ്പൊ നമ്മൾ റെസിസ്റ്ററിലൂടെ വരുന്നത് ലോ ഫ്രീക്വൻസി സിഗ്നൽ ആയിരിക്കും അല്ലെ. ലോ ഫ്രീക്വൻസി സിഗ്നൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ലോ പാസ്
ഫിൽട്ടർ. ലോ ഫ്രീക്വൻസി DC സിഗ്നൽസ് ആയിരിക്കും ഈ ഡയറക്ഷനിൽ ഉണ്ടാവുക അല്ലെ. കപ്പാസിറ്ററിലൂടെ ഏത് പോകും? AC സിഗ്നൽസ് അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് ആണ് കപ്പാസിറ്റർ അലോ ചെയ്യുന്നത്. സോ ദിസ് വിൽ ബി ഡെഫിനറ്റ്ലി ലോ പാസ് ഫിൽട്ടർ, ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, ഇൻ എ ട്രാൻസിസ്റ്റർ there are dash depletion region. എത്ര ഡിപ്ലീഷൻ ലെയേഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമുക്കറിയാം, അപ്പൊ PNP ട്രാൻസിസ്റ്റർ ആണെങ്കിലും NPN ട്രാൻസിസ്റ്റർ ആണെങ്കിലും എത്ര ഡിപ്ലീഷൻ ലെയർ ആണ് ഉണ്ടാവുക? 2 ഡിപ്ലീഷൻ ലെയർ ഉണ്ടാവുക. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. Next one, if the value of alpha in a transistor is 0.9, then the value of beta. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നില്ലെങ്കിൽ ആൽഫയുടെ വാല്യൂ തന്നിട്ട് ബീറ്റ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ബീറ്റയുടെ വാല്യൂ തന്നിട്ട് ആൽഫ കണ്ടുപിടിക്കണം. നമുക്കറിയാം ട്രാൻസിസ്റ്ററിൽ ബീറ്റ is equal to alpha by 1 minus alpha. So നമുക്ക് ആൽഫയുടെ വാല്യൂ തന്നിട്ട് 0.9. So 0.9 by 1 minus 0.9, the answer is 9. Option A is the correct answer. കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട എന്നുള്ളതുകൊണ്ടാണ് കൂടുതൽ പറയാത്തത്. കാരണം നമ്മൾ ട്രാൻസിസ്റ്റർ ഒക്കെ ബേസിക്സ് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. Next, where should be the bias point set in order to make transistor work as an amplifier? വളരെ important ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഏതൊക്കെയാണ് റീജിയൻ ഓഫ് ഓപ്പറേഷൻസ് വരുന്നത്? ആക്റ്റീവ് റീജിയൻ, കട്ട് ഓഫ് റീജിയൻ, സാച്ചുറേഷൻ റീജിയൻ അല്ലെ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ബയസ് പോയിന്റ് വരുന്ന സമയത്ത് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ഇതിൽ ഈ ഒരു പോയിന്റിൽ സെന്റർ പോയിന്റിൽ വരുന്നത് ക്യൂ പോയിന്റ് അല്ലെ, ക്യൂസെന്റ് പോയിന്റ് എന്ന് നമ്മൾ പറയും, ക്യൂ പോയിന്റ്. അതേപോലെ ഈ മുകളിൽ വരുന്ന പോയിന്റ് ആണ് സാച്ചുറേഷൻ റീജിയൻ, അതായത് ട്രാൻസിസ്റ്റർ ഫുള്ളി ഓൺ ആയിരിക്കുന്ന അവസ്ഥ. അതേപോലെ കട്ട് ഓഫ് റീജിയനിൽ എങ്ങനെയായിരിക്കും? ട്രാൻസിസ്റ്റർ ഫുള്ളി ഓഫ് ആയിരിക്കും. അപ്പൊ ഈ ട്രാൻസിസ്റ്റർ ഓണും ഓഫും ആയിരിക്കുന്ന പൊസിഷനിൽ നമ്മൾ സാധാരണ ഏതാണ് സ്വിച്ച് ആയിട്ടൊക്കെയാണ് ആ റീജിയനിൽ ആക്ട് ചെയ്യുന്നത്. ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് റീജിയനിലായിരിക്കണം ഓപ്പറേറ്റ് ചെയ്യേണ്ടത്? ആക്റ്റീവ് റീജിയനിലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. സോ ഇതിൽ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ എ, ആക്റ്റീവ് ഇസ് ദ കറക്റ്റ് ആൻസർ. Next question, emitter follower is used for options current gain, voltage gain, impedance matching, none of the above. അപ്പൊ emitter follower configuration എന്ന് പറയുന്നത് വോൾട്ടേജ് ബഫർ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇംപിഡൻസ് മാച്ചിങ് ആപ്ലിക്കേഷൻസിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, which among the following does not belong to the category of LC oscillators? അപ്പൊ ഓസിലേറ്റേഴ്സ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? RC ഓസിലേറ്റർ ഉണ്ട്, LC ഓസിലേറ്റർ ഉണ്ട്, ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉണ്ട്. ഓരോന്നിന്റെയും ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. അതിന്റെ ടേബിളും ഇവിടെ കൊടുത്തിട്ടുണ്ട്, കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. RC ഓസിലേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ് ഫേസ് ഷിഫ്റ്റ്, വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഒക്കെ. LC ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ ഹാർട്ട്ലി ഓസിലേറ്റർ, കോൾപിറ്റ്സ് ഓസിലേറ്റർ, ക്ലാപ്പ് ഓസിലേറ്റർ ഒക്കെ നമുക്ക് LC ഓസിലേറ്ററിൽ വരുന്നതാണ്. Then Miller crystal oscillator കുറെ അധികം ടൈപ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് does not belong to the category of LC oscillators എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹാർട്ട്ലി, കോൾപിറ്റ്സ്, ക്രിസ്റ്റൽ. അപ്പൊ obviously ക്രിസ്റ്റൽ ഓസിലേറ്റർ, ഹാർട്ട്ലി ഓസിലേറ്ററും കോൾപിറ്റ്സ് ഓസിലേറ്ററും LC oscillators ആണ്. സോ അതുകൊണ്ട് ഓപ്ഷൻ സി is the correct answer. Next one, the channel of JFET is between. JFET ചാനൽ ഏതിന്റെ ഇടയിലാണെന്നാണ്? ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, ഗേറ്റ് ആൻഡ് ഡ്രെയിൻ, ഗേറ്റ് ആൻഡ് സോഴ്സ്, ഡ്രെയിൻ ആൻഡ് സോഴ്സ്. ഏതിന്റെ ഇടയിലാണ്? ഡ്രെയിനിനും സോഴ്സിനും ഇടയിലാണ് അല്ലെ ചാനൽ വരുന്നത്. ഡ്രെയിനിനും സോഴ്സിനും ഇടയിലാണ് ചാനൽ വരുന്നത്. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. മോസ്ഫെറ്റിനെ കുറിച്ച് 4 സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് യൂണിപോളർ ആണോ, ബൈപോളർ ആണോ, വോൾട്ടേജ് കൺട്രോൾ ആണോ, കറന്റ് കൺട്രോൾ ആണോ, 2 ടെർമിനൽ ഡിവൈസ് ആണോ, 3 ടെർമിനൽ ഡിവൈസ് ആണോ എന്നുള്ളതാണ്. അപ്പൊ നമ്മള് യൂണിപോളർ ആയിട്ടുള്ള ഡിവൈസസ് ഏതൊക്കെയാണ്, വോൾട്ടേജ് കൺട്രോൾ ഏതൊക്കെയാണ്, കറന്റ് കൺട്രോൾ ഏതൊക്കെയാണ്, 2 ടെർമിനൽ, 3 ടെർമിനൽ. നമുക്ക് ഈ പറഞ്ഞ പോലെ BJT പഠിക്കാനുണ്ട്, FET പഠിക്കാനുണ്ട്, MOSFET പഠിക്കാനുണ്ട്, UJT പഠിക്കാനുണ്ട്, LCR പഠിക്കാനുണ്ട്, IGBT പഠിക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു ടേബിൾ ആക്കി തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തവർക്ക് അറിയാം. അപ്പൊ ഇതൊക്കെ ഓരോന്നും ഏത് കാറ്റഗറിയിൽ വരുന്നതാണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. എല്ലാം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ മോസ്ഫെറ്റിന്റെ കേസിൽ എങ്ങനെയാണ്? MOSFET is a unipolar device, it's a voltage control device and it is a 3 terminal device. So option C is the correct answer. Okay. അടുത്ത ചോദ്യം, what are the working regions of a unijunction transistor? Unijunction transistorന്റെ working regions. അതിലും ഈ പറഞ്ഞ പോലെ നമുക്ക് കട്ട് ഓഫ് റീജിയൻ വരുന്നുണ്ട്, നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ വരുന്നുണ്ട്, സാച്ചുറേഷൻ റീജിയൻ വരുന്നുണ്ട് അല്ലെ. അപ്പൊ 3 റീജിയൻസും അതിനകത്ത് വരുന്നുണ്ട്. സോ we can go with option D, all of the above എന്നുള്ളത് കൊടുക്കാം. Next one, which of the following is an optoelectronic devices? Okay, optoelectronic devices എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് that interact with the light and electricity. അതായത് ഒന്നില്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഒപ്റ്റിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സിഗ്നൽസിനെ അതായത് ലൈറ്റ് സിഗ്നൽസിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസുകളെയാണ്, കമ്പോണൻസിനെയാണ് നമ്മൾ ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറയുന്നത്. ഫോട്ടോ ഡയോഡ്
Yes, it is an optoelectronic device. LED, light emitting diode, is also an optoelectronic device. Solar cell is also an optoelectronic device. All of the above option D is the correct answer. Next one, an optocoupler provides dash between input and output. Optocoupler എന്ന് പറയുന്നത് optoelectronic coupler എന്ന് അറിയപ്പെടുന്നു. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ it acts as an interface between two separate circuits with a different voltage level. അതായത് നമുക്ക് ഒരു ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് optocoupler അല്ലെങ്കിൽ optoelectronic device. So isolation, it provides isolation between input and output. Next one, clamping is the process of introducing DC level to a DC signal, DC level to AC signal, AC level to DC signal, AC level to AC signal. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരു AC സിഗ്നലിലേക്ക് ഒരു DC ലെവൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലാമ്പിംഗ് എന്ന് പറയുന്നത് അല്ലെ. ആ സിഗ്നൽ ഒന്നില്ലെങ്കിൽ മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് ആ DC ലെവലാണ് നമ്മൾ ഷിഫ്റ്റ് ആയി പോകുന്നത്. നമ്മൾ ക്ലാമ്പിംഗ് സർക്യൂട്ട്സും അതിന്റെ ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം. സോ നമുക്ക് ഒരു ഡിസൈർഡ് ലെവൽ ഓഫ് ഡിസൈർഡ് DC ലെവൽ നമുക്ക് ഈ പറഞ്ഞ പോലെ AC സിഗ്നലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ക്ലാമ്പിംഗ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ, DC level to an AC signal. Next one is square wave oscillator is a dash multi-vibrator. Square wave oscillator എന്ന് പറയുന്നത് astable ആണോ monostable ആണോ bistable ആണോ എന്നുള്ളതാണ്. So square wave oscillator, it is an astable multi-vibrator. Option A is the correct answer. Next one, op-amp can amplify. വളരെ important question ആണ്. DC signals only, AC signals only, both DC and AC signals. അപ്പോൾ op-ampന് operational amplifierന് AC signalsനെയും DC signalsനെയും amplify ചെയ്യാൻ പറ്റും. So option C is the correct answer. Next one, what is the feedback factor for voltage follower circuit? Voltage follower circuit ന്റെ feedback factor എത്രയാണ്? Voltage follower circuit എന്ന് പറയുന്നത് voltage follow ചെയ്യാണ്. അവിടെ unity gain amplifier ആണ് voltage follower എന്ന് പറയുന്നത്. അപ്പം യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയർ ആവുമ്പോൾ എന്തായിരിക്കും ഫീഡ്ബാക്ക് ഫാക്ടർ? എന്തായിരിക്കും? 1 ആയിരിക്കും, യൂണിറ്റി ആയിരിക്കും അല്ലെ. ഇറ്റ് ഡസ് നോട്ട് ആംപ്ലിഫൈ ദ ഇൻപുട്ട് സിഗ്നൽ. അത് ഇൻപുട്ട് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുന്നൊന്നുമില്ല അല്ലെങ്കിൽ ഇൻപുട്ട് ചെയ്യുന്നൊന്നുമില്ല. അതായത് ഇൻപുട്ട് വോൾട്ടേജ് തന്നെ നമുക്ക് വരുവാണ് ചെയ്യുന്നത്. സോ ഫീഡ്ബാക്ക് ഫാക്ടർ ഈസ് 1. സോ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.